നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത് ഇന്ത്യയിലുണ്ടാക്കിയ ആദ്യ ക്രിസ്മസ് കേക്കിൻ്റെ കഥയാണ്. 1883 നവംബറിൽ മർഡോക്ക് ബ്രൗൺ എന്ന വ്യാപാരി നമ്മുടെ തലശ്ശേരിയിലെത്തി. അവിടെയുള്ള റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ പോയി അതിൻ്റെ ഉടമയായ മമ്പള്ളി ബാപ്പുവിനെ കണ്ടു. ക്രിസ്മസിനൊരു കേക്ക് ചുടുമോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. തീരദേശ സംസ്ഥാനത്തിലെ മലബാർ മേഖല അന്ന് ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഒരു വലിയ കറുവാപ്പട്ട തോട്ടമാണ് ബ്രൗൺ ഇവിടെ നടത്തിയിരുന്നത്. ബ്രിട്ടനിൽ നിന്ന് ഒരു സാമ്പിൾ കേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. ഈ സാമ്പിൾ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് ബാപ്പുവിനോട് ബ്രൗൺ വിശദീകരിച്ചു. മിസ്റ്റർ ബാപ്പുവിന് ബ്രെഡും ബിസ്ക്കറ്റുമൊക്കെ ചുടാൻ അറിയാമല്ലോ. ബർമയിലെ ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ നിന്ന് അദ്ദേഹം പഠിച്ചിറങ്ങിയ വ്യക്തിയാണ്. എന്നാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കേക്ക് അദ്ദേഹം ഉണ്ടാക്കിയിരുന്നില്ല. എന്നാൽ മിസ്റ്റർ ബ്രൗണിന്റെ ഇൻപുട്ടുകൾ ഉപയോഗിച്ച് ഒരു കേക്ക് പരീക്ഷണമാകാം എന്ന് ബാപ്പു തീരുമാനമെടുത്തു. തൊട്ടടുത്ത് ഫ്രഞ്ച് കോളനിയായ മാഹി, അവിടെ നിന്ന് ഒരു കുപ്പി ബ്രാൻഡി കൂടി വാങ്ങണമെന്ന് ബ്രൗൺ ബാപ്പുവിനെ ഉപദേശിച്ചു. എങ്കിലേ കേക്കിനൊരു രസം വരൂ. എന്നാൽ ബ്രാൻഡിക്ക് പകരം കശുവണ്ടി ആപ്പിൾ കൊണ്ട് നിർമ്മിച്ച നല്ല നാടൻ വാറ്റുചാരായമാണ് ബാപ്പു സംഘടിപ്പിച്ചത്. പൂർണ്ണമായും പ്രാദേശിക ചേരുവകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു തനത് പ്ലം കേക്കായിരുന്നു ഒടുവിൽ പുറത്തു വന്നത്. മിസ്റ്റർ ബ്രൗൺ ഇതൊന്ന് കഴിച്ചു നോക്കി. സംഗതി ഉശിരായിരിക്കുന്നു. ഇതുപോലെ ഒരു രുചിയിൽ ഒരു കേക്ക് കഴിച്ചിട്ടേയില്ല. തുടർന്ന് ഒരു ഡസൻ കേക്കിനാണ് മിസ്റ്റർ ബ്രൗൺ ഓർഡർ ചെയ്തത്. ഇത്തരമൊരു കഥയെ പിന്തുണയ്ക്കാൻ ഔദ്യോഗിക രേഖകളൊന്നും ഇപ്പോൾ നിലവിലില്ല. എങ്കിലും BBC അടക്കം ഈ വാർത്ത പലവട്ടം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 4 തലമുറകൾ പിന്നിട്ട ബാപ്പുവിന്റെ പിൻഗാമികൾ ഇപ്പോൾ ഈ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നു. ബാപ്പു ബ്രിട്ടീഷ് അഭിരുചികൾ ഇന്ത്യക്കാർക്കിടയിൽ പ്രചാരത്തിലാക്കിയെന്നാണ് അതിന്റെ പുതിയ തലമുറക്കാർ പറയുന്നത്. 1-ാം ലോകമഹായുദ്ധകാലത്ത് അദ്ദേഹം സൈനികർക്ക് കേക്കുകളും മധുരപലഹാരങ്ങളുമൊക്കെ കയറ്റുമതി ചെയ്തിരുന്നു. കുടുംബത്തിന്റെ തലശ്ശേരിയിലെ യഥാർത്ഥ ബേക്കറി ഇപ്പോൾ നടത്തുന്നത് ശ്രീ മമ്പള്ളിയാണ്. അക്കാലത്തെ കേരളത്തിന്റെ പാരമ്പര്യം പോലെ മുത്തച്ഛൻ ഗോപാൽ മമ്പള്ളിക്ക് മാതൃപാരമ്പര്യമായി ബേക്കറി ലഭിച്ചു. ഗോപാൽ മമ്പള്ളിക്ക് 11 മക്കൾ, എല്ലാവരും കുടുംബ ബിസിനസ്സിൽ. കേക്കിന്റെ ഗുണനിലവാരം നിലനിർത്തണമെങ്കിൽ പരമ്പരാഗത രീതിയിൽ കേക്കുണ്ടാക്കണമെന്നാണ് അടുത്ത തലമുറയോട് പഴയ തലമുറക്കാർ വിശദീകരിച്ചു കൊടുത്തത്. അങ്ങനെ വർഷങ്ങളായി കേക്ക് നിർമ്മാണം ആ കുടുംബം തുടർന്നു. ഒപ്പം പുതിയ രുചികൾ പിഴർന്നു. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ 2 ഡസനിലധികം ഇനങ്ങൾ നിർമ്മിക്കുന്നുവെന്നാണ് ഇപ്പോൾ മമ്പള്ളി തറവാടിന്റെ പുതുതലമുറ പറയുന്നത്. ക്രിസ്മസ് കേക്കുകളുടെ പ്രധാന കേന്ദ്രമായി കേരളം മാറി. സംസ്ഥാനത്തെ ജനസംഖ്യയിൽ ഏകദേശം 16% ക്രിസ്ത്യാനികളുണ്ട്. അവർ മാത്രമല്ല, ജാതിമത ഭേദമന്യേ ക്രിസ്മസ് കാലത്ത് എല്ലാവരും കേക്ക് വാങ്ങുന്നു, കേക്കുകൾ കൈമാറുന്നു. 2020 ജനുവരിയിൽ സംസ്ഥാനത്തെ ബേക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 5.3 കിലോമീറ്റർ നീളമുള്ള ഒരു കേക്ക് നിർമ്മിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും നീളമേറിയ കേക്കിനുള്ള ഗിന്നസ് ലോക റെക്കോർഡ് അങ്ങനെ സ്ഥാപിച്ചു. അതിനു മുൻപ് ചൈനയിൽ 3.2 കിലോമീറ്റർ എന്ന റെക്കോർഡ് മാത്രമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. മമ്പള്ളി ബേക്കറിയിൽ തങ്ങളുടെ ചേരുവകൾ വൈനിൽ കുതിർക്കാൻ നവംബർ മാസം ആദ്യം തന്നെ അവർ തുടങ്ങും. ഡിസംബർ 3-ാം വാരം കേക്കുകൾ റെഡി. ചെറുപ്പക്കാർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഫ്രഷ് ക്രീം കേക്കുകളാണ് എന്ന് പുതുതലമുറ പറയുന്നു. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ കേക്കും നിർമ്മിച്ചത് നമ്മുടെ നാടൻ ചാരായത്തിൽ തന്നെ. അതുതന്നെയാണ് വലിയ കേക്ക് മഹിമ. മമ്പള്ളി ബാപ്പു, അദ്ദേഹം ഒരു മരണമാസായിരുന്നു എന്ന് പിന്മുറക്കാർ പറയുന്നു. പല പരീക്ഷണങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് ബേക്കറി ലോകത്ത്. ബർമയിൽ പോയി ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പഠിച്ച് തിരികെ കേരളത്തിലെത്തിയ ബിസ്ക്കറ്റ് രാജാവ് എന്ന് വേണമെങ്കിലും മമ്പള്ളി ബാപ്പുവിനെ വിശേഷിപ്പിക്കാം. ആദ്യ തദ്ദേശീയ ബിസ്ക്കറ്റ് നിർമ്മാണ കേന്ദ്രം 1880-ലാണ് അദ്ദേഹം തലശ്ശേരിയിൽ തുടക്കമിട്ടത്. അങ്ങനെ 1884 ഡിസംബർ 20-ന് കേരളത്തിൽ ആദ്യമായി കേക്കുണ്ടാക്കി. ഇന്ത്യയിൽ ആദ്യമുണ്ടാക്കിയ ക്രിസ്മസ് കേക്ക്. ഇന്ത്യക്കാരനുണ്ടാക്കിയ ആദ്യ കേക്കും ഇതാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ വിവരങ്ങൾ പിന്നീട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ക്രിസ്മസ് കാലത്ത് പുതുതലമുറ പോലും പരസ്പരം ചോദിക്കും, വീട്ടിൽ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്നുണ്ടോ? ചുരുക്കത്തിൽ 1884 മുൻപ് കേരളത്തിൽ ആർക്കും കേക്ക് ഉണ്ടാക്കാൻ അറിയുമായിരുന്നില്ല എന്ന് സത്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മമ്പള്ളി റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറി നിർമ്മിച്ച കേക്കാണ് ആദ്യം കേരളത്തിന്റെ രുചി ലോകത്ത് പടർന്നത്. ബ്രിട്ടീഷുകാരനായ പ്ലാന്റർ മർഡോക്ക് ബ്രൗണിനോടും ഈ കേക്ക് നിർമ്മാണത്തിൽ നമുക്ക് കടപ്പാടുണ്ട്. ആ വെള്ളക്കാരൻ തന്നെയാണല്ലോ കേക്കിന്റെ ചേരുവകൾ നമ്മുടെ ബാപ്പുവിന് പറഞ്ഞു കൊടുത്തത്. ആ വിശിഷ്ട രുചിയുടെ രഹസ്യം ബാപ്പു മനസ്സിലാക്കി
ഉണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ പിന്നീട് ചിലപ്പോൾ വർഷങ്ങൾ താമസിച്ചേനെ ഇത്തരമൊരു കേക്ക് നിർമ്മാണത്തിന്. കേക്കിന് വാസനയും രുചിയും കൂട്ടാൻ മാഹിയിൽ കിട്ടുന്ന ഫ്രഞ്ച് ബ്രാൻഡിക്ക് പകരം നമ്മുടെ ഒറിജിനൽ വാറ്റുചാരായം പരീക്ഷിച്ച ബാപ്പുവിൻ്റെ ബുദ്ധിയുണ്ടല്ലോ, അതാണ് അതിലെ മരണമാസ്. അന്നൊക്കെ നാട്ടുകാർ ബേക്കറി വിഭവങ്ങളിലേക്ക് കേരളത്തിൽ തിരിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് വെള്ളക്കാരെ ലാക്കാക്കിയായിരുന്നു ബിസ്ക്കറ്റ് നിർമ്മാണം തുടങ്ങിയത് ബാപ്പു. ബിസ്ക്കറ്റുകൾ, റസ്കുകൾ, ബ്രെഡ്, ബൺ എന്നിങ്ങനെ 40 വ്യത്യസ്ത വിഭവങ്ങൾ ബാപ്പുവിൻ്റെ ഫാക്ടറിയിൽ ഉണ്ടാക്കി. പിന്നീട് ബാപ്പുവിൻ്റെ കുടുംബക്കാർ പക്ഷെ ബേക്കറി ബിസിനസ് വിട്ടതേയില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവരിന്ന് ബേക്കറികൾ നടത്തുന്നു. കൊച്ചിൻ ബേക്കറി, തിരുവനന്തപുരത്തെ ശാന്ത ബേക്കറി, കോഴിക്കോടെ മോഡേൺ ബേക്കറി, കോട്ടയത്തെ ബെസ്റ്റ് ബേക്കിംഗ് കോ, തലശ്ശേരിയിലെ മാമ്പള്ളീസൊക്കെ ബാപ്പുവിൻ്റെ പിന്മുറക്കാർ നടത്തുന്ന ബേക്കറികളാണ്. ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ഈ കഥകൾ പറയുമ്പോൾ കുറിക്കാറുണ്ട്, ക്രിസ്മസിന് ബ്രാൻഡിയും വിസ്കിയും വോഡ്കയും ഒക്കെ വെള്ളം ചേർത്തോ ചേർക്കാതെയോ നിങ്ങൾ അടിച്ചോ, ഫിറ്റായിക്കോ. പക്ഷെ കേക്ക് തിന്നുമ്പോൾ നമ്മുടെ നാടൻ വാറ്റുചാരായത്തെ നിങ്ങൾ മറക്കരുത്. സ്മരണ വേണം, സ്മരണ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.